ഹായ് ഫ്രണ്ട്സ്, ഇതാണ് സോയൻ പപ്പടി. ഇത് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കൊച്ചിന് വേണ്ടി ഇത് വാങ്ങിയപ്പോൾ ഈ ഒരു കമ്പനിയുടെ സാധനമാണ് കിട്ടിയത്. മിർച്ചിലാൽ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി സോയൻ പപ്പടി റോസ് ഫ്ലേവറാണ്. അപ്പോൾ ഇന്നത് ഞാൻ ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ബാക്കിലുണ്ടാവും. ഇവിടെ ഞാൻ പൊട്ടിച്ചത് ഇതിൻ്റെ കളർ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഒരു ബാഡ് സ്മെല്ലാണ് കേട്ടോ. ഇത് ചീത്തയായ ഒരു ഐറ്റമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഞാനങ്ങോട്ട് എടുത്തില്ലായിരുന്നു. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇത് തുറന്നപ്പോൾ തന്നെ വല്ലാത്തൊരു സ്മെല്ലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ കണ്ടു. ഇപ്പോഴാണ് ഞാനിത് പുറത്തേക്ക് എടുക്കുന്നത്. ഇപ്പോഴാണ് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് കൊള്ളില്ലാന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അടച്ചു വെച്ചു. ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു ഇന്നലെ നമ്മൾ വാങ്ങിയ സാധനം എക്സ്പയറി കഴിഞ്ഞതായിരുന്നു എന്ന്. കണ്ടോ, ഇതിൻ്റെ ഡേറ്റ് 19/11/2023 പാക്ക് ചെയ്തതും 18/3/2024 മുന്നേ ഉപയോഗിച്ച് തീരേണ്ടതുമായ ഒരു ഐറ്റമാണ് ഇപ്പോൾ 2026 ജനുവരി ആയിട്ടും വിറ്റുകൊണ്ടിരിക്കുന്നത് എന്നതാണ് സത്യം. ഇതിൻ്റെ സൈഡിലായിട്ട് പ്രീമിയം ക്വാളിറ്റി സോയൻ പപ്പടി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പ്രീമിയം ക്വാളിറ്റി ആയിരിക്കാം, പക്ഷേ ഇതിപ്പോൾ എക്സ്പയറി കഴിഞ്ഞപ്പോൾ എന്ത് പ്രീമിയം അല്ലേ. ഇതൊക്കെ പെട്ടെന്ന് നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ ഇന്നലെ കഴിച്ച ഐറ്റം കളറിലി വിസിബിളി നമുക്കൊന്നും തന്നെ തോന്നിയിട്ടില്ല. പക്ഷെ അതിൻ്റെ പേപ്പറും കൂടെ ഒന്ന് എടുത്ത് നോക്കിയാൽ അറിയുള്ളൂ അതിൻ്റെ എക്സ്പയറി കഴിഞ്ഞതായിരുന്നോ എന്ന്. ഇതുണ്ടോ, ഞാനിങ്ങനെ കണ്ടപ്പോൾ തന്നെ ഞാനിത് അടച്ചു വെച്ചു. ഇപ്പോഴാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തത്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതാണ് പ്രോഡക്റ്റ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും കുട്ടികൾക്ക് വാങ്ങി കൊടുക്കുമ്പോൾ പാക്കറ്റ് ഐറ്റം ആയാലും എന്തായാലും എക്സ്പയറി ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എക്സ്പയറി നോക്കി കുട്ടികൾക്ക് കൊടുക്കാം. എക്സ്പയറി വിതിൻ എക്സ്പയറി ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എല്ലാവരും എന്തെങ്കിലും സാധനം വാങ്ങി കഴിക്കുകയോ ആർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യാം. പ്രത്യേകിച്ച് ഈ ഒരു ഐറ്റം ഇപ്പോഴും വാങ്ങുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സീരീസിൽ വരുന്ന ഐറ്റം ആണെങ്കിൽ ഒന്ന് നോക്കുക ഇതിൻ്റെ എക്സ്പയറി ഈ ബാച്ചിൽ തന്നെ ഉള്ളതാണോ എന്ന്. ഇനിയും ഇതുപോലുള്ള പ്രോഡക്റ്റ് ഈ ഒരു ഐറ്റം ഇനിയും വേറെ ഏതെങ്കിലും കടകളിലേക്ക് സെല്ല് ചെയ്യാൻ പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് നോക്കി കൺഫേം ചെയ്യാം. നമ്മുടെ ഹെൽത്താണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം.